ആലപ്പുഴയിലെ വിവാദ കാർണിവൽ നടത്തിപ്പിൽ കരാർ ലൈസൻസ് മറച്ചുവിറ്റതായുള്ള രേഖകൾ ന്യൂസ് 18 1 കോടി രൂപയ്ക്കാണ് കരാർ എറണാകുളം സ്വദേശി ഫയാസ് റഹ്മാൻ എന്നയാൾക്ക് മറിച്ചു നൽകിയത്. സിയാൻ കമ്പനി ഉടമ ഷിഫാനയുടെ പേരിലാണ് വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് അനുമതി നേടിയെടുത്തിട്ടുള്ളത്. ആലപ്പുഴ സ്വദേശി സുനിലാണ് പോർട്ട് ഓഫീസിൽ കെട്ടിവെക്കാനുള്ള തുക ഷഹാനയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയത്. വിവാദ കാർണിവലിന് അനുമതി നേടിക്കൊടുക്കാൻ സുനിലിന് ആലപ്പുഴ നഗരസഭയിലെ കൗൺസിലർമാരുടെ സഹായം ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ശരണ്യ, കഴിഞ്ഞ ദിവസം ശരണ്യ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കരാർ ലൈസൻസ് മറിച്ചു വിറ്റതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? വലിയൊരു തട്ടിപ്പ്, വലിയൊരു അഴിമതി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ? ടോം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളോട് കാണിച്ചൊരു വലിയ വഞ്ചന ആണ് എന്നുള്ളതാണ്. അതായത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ആലപ്പുഴ ബീച്ചിൽ ഇത്തരത്തിലൊരു കാർണിവലുമായി ബന്ധപ്പെട്ട് അവിടെ 190 രൂപ നിരക്കിലാണ് ടിക്കറ്റ് വിൽപ്പന നടത്തിയിരുന്നത്. 2 മാസം കൊണ്ട് ഈ കാർണിവൽ നടത്തിയ ആളുകൾക്ക് ഏകദേശം 4 കോടി രൂപയുടെ അടുത്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ കാർണിവൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഇനമായി ഉണ്ടായിരുന്നത് വണ്ടർഫോൾസ് എന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അതൊരു കൃത്രിമ വെള്ളച്ചാട്ടം ഒരുക്കി അതിനകത്ത് കുട്ടികളും കുഞ്ഞുങ്ങളും അടക്കമുള്ള ആളുകളെ, മുതിർന്നവരും ഉൾപ്പെടെ വന്ന് കുടുംബവുമായി എത്തി ഈ വെള്ളത്തിൽ ആ ഒരു കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ കളിച്ച് രസിക്കുന്നതായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. അവിടെയാണ് ഈ വണ്ടർഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടം 90 അടി ഉയരമുള്ള ഈ വെള്ളച്ചാട്ടവും അതിനും അനുബന്ധ ക്രമീകരണങ്ങളും ഒരുക്കിയതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതായത് ഈ CRZ ഹൈറ്റൈഡ് ലൈനിൽ വളരെ പാരിസ്ഥിതികമായി വളരെ പ്രശ്നമുള്ള ഇടത്താണ് ഇത്തരത്തിൽ CRZ, അതായത് ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഒരു പൊന്തുവെള്ളം വെക്കാൻ ഒരു ഷെഡ് അല്ലെങ്കിൽ ഒരു മറ കെട്ടാൻ പോലും അനുവദിക്കാത്ത ഇടത്താണ് 90 അടി ഉയരത്തിൽ ഇത്തരത്തിലൊരു വലിയ 2 ഭീമാകാരൻ മതിലുകൾ പോലെയുള്ള ഭാഗങ്ങൾ ആലപ്പുഴ ബീച്ചിൽ ഉയർന്നത്. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് അവർ ഒരുക്കിയിരുന്ന സൗകര്യങ്ങൾ, അതായത് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ മറവുകളിൽ ആർക്കും കയറി ചെന്ന് കാണാൻ കഴിയാത്ത ഇടങ്ങളിൽ അവർ ഒരുക്കിയിരുന്നത് ഈ വെള്ളച്ചാട്ടത്തിനായി ഉപയോഗിച്ച വെള്ളം അത് ഈ CRZ മേഖലയിൽ കുഴൽക്കിണറുകൾ താഴ്ത്തിയാണ്. അങ്ങനെ കുഴൽക്കിണറുകൾ താഴ്ത്താൻ പാടില്ല എന്ന് കൃത്യമായ നിയമം ഉണ്ട്. കർശന നിരോധനമുള്ള ഇടമാണ്. അതിനോടൊപ്പം കുഴിക്കക്കൂസുകൾ നിരത്തിയായിരുന്നു ഇവരവിടുത്തെ ഇത്തരത്തിലുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ശുചിമുറി സൗകര്യങ്ങൾ അവരവിടെ ഒരുക്കിയത് എന്നുള്ളതാണ്. ഈ 3 മീറ്റർ വ്യത്യാസത്തിലുള്ള ഇടത്തു നിന്നും കുഴിക്കക്കൂസുകളും അതോടൊപ്പം തന്നെ കുഴൽക്കിണറുകളും തമ്മിലുള്ള വ്യത്യാസമുള്ള ഇടത്താണ് വളരെയധികം കക്കൂസ് മാലിന്യം, അതായത് കോളിഫോം ബാക്ടീരിയ നമ്മൾ സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥാപനമായ അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിൽ ഡയറക്ടർ ഉൾപ്പെടെയാണ് വന്ന് വെള്ളത്തിന്റെ സാമ്പിളുകൾ എടുത്തത്. അതിൽ 100 ml 1000-ലധികമായിരുന്നു കോളിഫോം ബാക്ടീരിയ. അപ്പോൾ അന്ന് തന്നെ ഇതിനകത്ത് വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് 2 മാസക്കാലമായി നടന്ന പോർട്ട് ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ കാല് വെച്ചാൽ ഈ പരിപാടി നടന്ന സ്ഥലമാണ്. ആലപ്പുഴ നഗരസഭയുടെ ഉദ്യോഗസ്ഥർ അവിടെ വെരിഫൈ ചെയ്യുന്നു. പലതവണ അവിടെ ടാക്സ് വെട്ടിപ്പ്, അതായത് ടിക്കറ്റ് നഗരസഭയ്ക്ക് വിനോദ നികുതി അടക്കുന്നതിൽ വരെ കള്ളത്തരം കാണിച്ചു വന്നു. അത് കൈയോടെ പിടിക്കപ്പെടുകയും ചെയ്തൊരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ പുതിയൊരു സംഭവം വന്നിരിക്കുന്നത്. അതായത് ഈ കാർണിവൽ നടത്തിയതിൽ 129 കുടുംബങ്ങളാണ്, കുട്ടികൾ ഉൾപ്പെടെ ഡയേറിയ, ഒപ്പം തന്നെ മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള അസുഖബാധിതരായി മാറി. അത് ഈ വാട്ടർ കോണ്ടാക്ട് ആണ് എന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുമ്പോൾ ഇതുവരെ കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടപടിയോ അന്വേഷണവും നടത്തിയില്ല. ഇത്രയും നാൾ നമ്മളുടെ മുന്നിലുള്ള ചിത്രം എന്ന് പറയുന്നത് ഈ കരാർ എടുത്തിട്ടുള്ള ആളുകൾ പാലക്കാട് സ്വദേശിയാണ്, സിയാൻ എന്ന കമ്പനിയാണ്, ഷഹാന എന്നാണ് ആ ലൈസൻസിയുടെ പേര് എന്നുള്ളതാണ്. എന്നാൽ അതല്ല എന്നുള്ള പുതിയ വിവരങ്ങൾ കൂടിയാണ് നമ്മൾ ഈ കരാർ പുറത്തുവിടുന്നതിലൂടെ വരുന്നത്. അതായത് ഇത്തരത്തിൽ ഉള്ള പരിപാടികളെല്ലാം നടത്തിയതിന് പിന്നിൽ ഫയാസ് റഹ്മാൻ എന്ന എറണാകുളം സ്വദേശിയാണ് 2ാം കക്ഷിയായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതായത് ഷിഫാനയുടെ പേരിലുള്ള ലൈസൻസ്, ഇവിടെ ലൈസൻസിന്റെ ആപ്ലിക്കേഷൻ വെച്ചത് ഷഹാനയാണെങ്കിൽ അത് പിന്നീട് ഇവർക്ക് മറച്ചു വിൽക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള കാർണിവലോ വെള്ളച്ചാട്ടവുമോ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടത്തി പരിശീലനമുള്ള ആളുകളല്ല ആലപ്പുഴ ബീച്ചിൽ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം അവരുടെ തോന്നിയ പോലെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ വൻതോതിൽ ആലപ്പുഴ ബീച്ചിൽ തള്ളിയിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫയാസ് റഹ്മാൻ എന്നയാൾ ഇത്തരത്തിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതായത് 1 കോടി രൂപ
ഈ ഷഹാനയ്ക്ക് നൽകാം, പാലക്കാട് സ്വദേശിക്ക് നൽകാം എന്നുള്ള കരാറിന്മേൽ അവർക്ക് ഈ കരാർ മറിച്ചു നൽകുകയായിരുന്നു. അതോടൊപ്പം തന്നെ ആലപ്പുഴ സ്വദേശി, അതായത് ആലപ്പുഴക്കാർക്ക് ഇതിൽ ബന്ധമുണ്ടെന്നും ആലപ്പുഴയിലുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബിനാമികളാണ് ഇതിന് പിന്നിൽ എന്നുമുള്ള ആക്ഷേപം തുടക്കം മുതൽ ഉയർന്നിരുന്നു. സുനിൽ എന്ന ആലപ്പുഴ സ്വദേശിയാണ് ഈ ബീച്ചിലെ പോർട്ടിന്റെ തുറമുഖ വകുപ്പിന്റെ ഓഫീസിൽ അടക്കുന്നതിന് വേണ്ടിയുള്ള തുക ഈ സിയാൻ എന്ന കമ്പനി, അല്ലാതെ ഒന്നാം കക്ഷിയായ ഷഹാനയ്ക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സുനിലിന്റെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് എന്താണ് എന്നുള്ളത് പ്രധാനമായി പറയേണ്ടതുണ്ട്. കാരണം കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഷഹാനയും ഫയാസ് അബ്ദുൾ റഹ്മാനുമാണ്. എന്നാൽ പണം നൽകുന്ന ആൾ സുനിൽ എന്ന വ്യക്തിയാണ്. ഇയാൾ ഈ രീതിയിൽ ഇടനില നൽകി പലരുമായും പല രാഷ്ട്രീയ ആലപ്പുഴ നഗരസഭയിലെ പല കൗൺസിലർമാരുമായി അടുത്ത ബന്ധമുള്ള ആളാണ് സുനിൽ എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുമ്പോഴാണ് ഇത് നടത്തിപ്പിന് പിന്നിൽ ഇത്രയും വലിയ ഒരു തട്ടിപ്പ്, സാമ്പത്തിക ക്രമക്കേടിനപ്പുറത്തേക്ക് അവിടെ എത്തിയ ജനങ്ങൾക്കാകെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, ഇപ്പോൾ നമ്മൾ കണ്ട മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ കുട്ടി വെറും 6 വയസ്സുകാരനാണ്. ഈ കുട്ടിക്ക് ഇവിടെ ഏപ്രിൽ 24 ഈ വെള്ളച്ചാട്ടത്തിൽ കുഞ്ഞ് 2 മണിക്കൂറിനേറെ ചെലവഴിക്കുന്നു. മെയ് 11 ആയപ്പോൾ ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് കുട്ടിക്ക് മസ്തിഷ്ക ജ്വരത്തിന്റെ, അതായത് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും കടുത്ത പനി, കുട്ടിയെ ഇരുത്തുമ്പോൾ താഴത്തേക്ക് മറിഞ്ഞു പോകുമായിരുന്നു എന്നാണ് രക്ഷകർത്താക്കൾ പറഞ്ഞത്. ആ രീതിയിലാണ് കുട്ടിയെ പിന്നീട് തിരുവല്ലയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ എത്തുകയും അവിടെയും അമൃത ആശുപത്രിയുമായി നടത്തിയ ചികിത്സയിലാണ് മസ്തിഷ്ക ജ്വരത്തിലേക്ക് എത്തുന്ന അണുബാധ കുട്ടിയുടെ തലച്ചോറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കൂട്ടിലേക്ക്. അവിടെയും ഡോക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുട്ടിക്ക് വേറൊരു പുറത്തേക്കൊരു വാട്ടർ കോണ്ടാക്ട് ആകെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ മാത്രമാണ്, മറ്റു യാത്രകളോ ഒന്നും പോകാത്ത കുട്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള അതിനുശേഷം 129ഓളം കുട്ടികളുടെ രക്ഷകർത്താക്കൾ വിവിധ നമ്മളുടെ വാർത്ത, അതായത് കോളിഫോം ബാക്ടീരിയ ഉണ്ടായിരുന്നു, കക്കൂസ് മാലിന്യം കലർന്ന വെള്ളമാണ് ഇവർ ഈ മതിയായ ക്രമീകരണങ്ങളോ ശുചീകരണമോ നടത്താതെ ഈ പമ്പ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുൾപ്പെടെയുള്ള വാർത്ത പുറത്തു വന്നതോടെ ഒരു ഗൂഗിൾ ഫോമിൽ, അതായത് വിവിധ യൂട്യൂബേഴ്സും മറ്റു സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ചേർന്ന് രൂപീകരിച്ച ഗൂഗിൾ ഫോമിൽ തന്നെ 129ഓളം പരാതിക്കാർ എത്തി എന്നുള്ളതാണ്. അതിൽ ഇത് കൂടാതെ ചേർത്തലയിലെ ഒരു കുട്ടിക്ക് ഡയേറിയ ബാധിച്ച് ആ കുട്ടിയും ഗുരുതരാവസ്ഥയിലേക്ക് എത്തി എന്നുള്ള. അപ്പോൾ അത്ര ഗൗരവകരമായ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. ഈ CRZന്റെ ഹൈറ്റേഡ് ലൈനിൽ ഈ 90 അടി ഈ സംഭവം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്? നടപടി സ്വീകരിക്കേണ്ടതല്ലേ? കാരണം കൗൺസിലർമാരുടെ അടക്കം ഒത്താശ ഉണ്ടായിട്ടുണ്ട്, ഇതൊരു കൈക്കൂലി ഇടപാട് ഉണ്ടായിട്ടുണ്ട്. അതിന് പണം വാങ്ങിയാണോ ഈ രീതിയിൽ വഴിവിട്ട ഒരു ഇടപാടുകൾ, സഹായങ്ങൾ ചെയ്തു നൽകിയിട്ടുള്ളത്? അത്തരമൊരു ആരോപണമുണ്ടോ ഈ വിഷയത്തിൽ? മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? അത്തരമൊരു ആരോപണം ഈ കൗൺസിലർമാർക്കെതിരെ ഉന്നയിക്കുന്നുണ്ടോ? ഇത് ഈ കാർണിവൽ നടന്നതിന് ശേഷം ഇത്ര നാളുകൾ പിന്നിടുന്നു. എന്നാൽ ഈ കഴിഞ്ഞ കാലയളവിൽ മാത്രമാണ് ഇത് വളരെയധികം, അതായത് മാധ്യമങ്ങൾ ഇത് വാർത്തയായതോടുകൂടി ആണ് ഇത് വലിയ രീതിയിൽ ഇത് നഗരസഭയിൽ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണാൻ ശ്രമിച്ചത്. അതിൽ തന്നെ നമ്മൾ ഈ ശാസ്ത്രീയമായ പരിശോധനകൾ, അതായത് കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഉൾപ്പെടെ കക്കൂസ് മാലിന്യം അതിൽ വലിയ തോതിൽ കലർന്നിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഉണ്ടായിട്ടുള്ളത്, ഇത്രയധികം കൂടിയിട്ടുള്ളത് എന്ന ഉൾപ്പെടെയുള്ള വാർത്തകൾ വരികയും അത് ന്യൂസ് 18 ഈ വാർത്ത തന്നെ നവമാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ അത് ആളുകളിലേക്ക് എത്തുകയും ചെയ്ത സമയത്താണ് ഇതിനകത്ത് മറ്റു രീതിയിലുള്ള പ്രതിഷേധം പോലും ഉണ്ടാകുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ല. അതായത് 2 മാസക്കാലം നടന്ന ഒരു കാർണിവലുമായി ബന്ധപ്പെട്ട ഇത്രയധികം കാര്യങ്ങൾ ഉണ്ടായിട്ട് അതിനകത്ത് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. അതായത് CRZ ലംഘനം വന്നിട്ടുണ്ട്. തീരദേശ പരിപാലന നിയമത്തിന്റെ അങ്ങേയറ്റത്തെ ലംഘനമായിരുന്നു ആലപ്പുഴ തീരത്ത് നടന്നത്. അതായത് കടലിൽ നിന്ന് മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലാണ് ഈ കുഴിക്കക്കോസുകൾ അടക്കം നിരത്തിയിരുന്നത്. അതിനോടൊപ്പം തന്നെ പോർട്ട് ഓഫീസിന്റെ മുന്നിൽ, അതായത് ആലപ്പുഴ തുറമുഖ വകുപ്പിന്റെ തൊട്ട് മുന്നിൽ അവരുടെ കണ്ണുകൊണ്ട് കാണാവുന്ന ദൂരത്തിലായിരുന്നു ഇത്രയധികം മാലിന്യ കൂമ്പാരം ആലപ്പുഴയിൽ നിറഞ്ഞത്. ഇപ്പോഴും അത് അശാസ്ത്രീയമായ രീതിയിൽ അവിടെ പല രീതിയിലുള്ള മണ്ണ്, ആ ഭാഗത്ത് അത്തരത്തിൽ കുഴികൾ പോലും കുത്താൻ പാടില്ലാത്ത പ്രദേശത്ത് ആ രീതിയിൽ ഇപ്പോഴും അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നടന്ന കള്ളക്കളികളെ കുറിച്ച് ഒരു കാര്യമായ ഗൗരവകരമായ അന്വേഷണം ഉണ്ടായിട്ടില്ല. സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാ കളക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതിനകത്ത് ഇപ്പോഴും അതിന്റെ കള്ളക്കളികളെ കുറിച്ച് കൃത്യമായി പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ
4 കോടി രൂപ ലഭ്യമായിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ 4 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നഗരസഭയിൽ വിനോദ നികുതിയായി അടച്ചിട്ടുള്ള തുക ഈ 4 കോടിക്ക് സമാനമായ തുകയല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായ പണം നികുതി വെട്ടിച്ച് എടുത്ത പണമാണ്. ആ പണം എന്ത് ചെയ്തു എന്നുള്ള വലിയ ചോദ്യം ഉയർന്നു നിൽക്കുന്നു. ആ പണം എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള വലിയ ചോദ്യവും ഉയർന്നു നിൽക്കുന്നു. അത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും അവശേഷിക്കുകയാണ്. വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. നമ്മൾ കാണുന്ന പരിസ്ഥിതി മലിനീകരണത്തിനും അവിടെ വന്നെത്തിയ ജനങ്ങളെ, ഇത്രയും കുഞ്ഞുങ്ങൾ അടക്കമുള്ള ആളുകളെ ഈ രീതിയിൽ ഉള്ള ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ മലിനമായ ജലത്തിനകത്ത് ഇത്തരത്തിൽ കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് ലഭിച്ച പണം, കൃത്യമായ നികുതി അടക്കപ്പെടാത്ത പണം എങ്ങോട്ട് പോയി എന്നുള്ളത് വലിയ ചോദ്യമാണ്. ആ ചോദ്യങ്ങളിൽ അടക്കം അന്വേഷണം ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇതിനകത്ത് തീരദേശ പരിപാലന നിയമം കൃത്യമായി പാലിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഒരു വീട് വെക്കാനോ അവരുടെ ഗാർഹിക ആവശ്യത്തിനോ ഒരു അനുമതി തേടിയെത്തിയാൽ കയറി ഇറങ്ങുന്ന ഓഫീസുകളിൽ ഇത്ര വലിയ CRZ തിരുവനന്തപുരത്തെ ഓഫീസിൽ വരെ പരാതി ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ ലഭ്യമായ ഒരിടത്ത് എന്ത് അന്വേഷണം നടന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നതാണ്. എല്ലാ 2 മാസക്കാലം, അതായത് ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് നടന്നത്. ഇതിൽ ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്, ബിനാമി ഇടപാടുകളുണ്ടോ, മാത്രമല്ല ഉദ്യോഗസ്ഥരുടെയും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും കൗൺസിലർമാരുടെ ഒക്കെ ഒത്താശയുണ്ട്. അതേക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.